കേരളത്തിൽ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ നാടകം കളിച്ച് പുള്ളിക്കാരി അല്പം ക്ഷീണത്തിലാണ്. അത് ചീറ്റിയതോടെ നാണം കെട്ട് നിൽക്കുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതെന്തുമാകട്ടെ, ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്നും KSU കുട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ട് വിജയശ്രീ ലാളിതയായി പടികൾ അത്രയും ചാടിക്കയറി 2-3 പ്ലാറ്റ്ഫോമുകളിൽ നൃത്തം ചവിട്ടിയതിന് ശേഷമാണ് സ്പീക്കർ ഷംസീറിനെ അവിടെ കണ്ടതും നാടകം ആരംഭിക്കുന്നതും. ആശുപത്രിവാസം സ്വയം തിരഞ്ഞെടുക്കുകയും ICUവിലെ ഫോട്ടോഷൂട്ടിനും ശേഷം മേക്കപ്പ് മുടക്കാതെ ഇന്ന് തെക്കോട്ട് വെച്ച് പിടിച്ചു മന്ത്രി. അനങ്ങാൻ പോലും പറ്റാത്ത മേഡം ആംബുലൻസോ എയർ ആംബുലൻസോ പോയിട്ട് വന്ദേ ഭാരത് പോലും വേണ്ട എന്ന് വെച്ചിട്ടാണ് കുഴികൾ നിറഞ്ഞ റോഡിലൂടെ 10 മണിക്കൂറിലേറെയുള്ള യാത്ര തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ അസുഖത്തിൻ്റെ കാഠിന്യം എത്രയുണ്ടാകും എന്നോർക്കണം. അവരുടെ നാടകമെല്ലാം ജനങ്ങൾ ഏതായാലും കണ്ടു. അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ല. അവർ എന്തുമായിക്കൊള്ളട്ടെ, ഇവിടുത്തെ പ്രശ്നം അതല്ല. ഈ ആരോഗ്യമന്ത്രി കളിച്ച നാടകം കൊണ്ട് കേരളം വീണ്ടും ഒരു കലാപഭൂമിയായി മാറിയിരിക്കുകയാണ്. അവിടെയാണ് വടകര MP ഷാഫി പറമ്പിൽ ഇടപെട്ടിരിക്കുന്നത്. KSU നേതാക്കളായ കുട്ടികളുടെ വീടിന് നേരെയാണ് ഇപ്പോൾ ബോംബും കല്ലേറും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ അപകടമാണത്. തലനാരിഴക്കാണ് അവരും അവരുടെ മാതാപിതാക്കളും രക്ഷപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലേക്കും ഇപ്പോൾ കലാപം വ്യാപിച്ചിരിക്കുന്ന വടകര കുറ്റ്യാടിയിൽ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ബബുൽ ബാലൻ്റെ വീടിന് ബോംബെറിഞ്ഞ് തകർത്തിരിക്കുകയാണ്. അങ്ങനെ കേരളം മുഴുവൻ ബോംബേറും അതുപോലെ തന്നെ അക്രമങ്ങളും വ്യാപിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഈ ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട ആരോപണങ്ങളും അതുപോലെ തന്നെ കൊള്ളത്തരങ്ങളും എല്ലാം മറച്ചുവെക്കാൻ ആരോഗ്യമന്ത്രിയുടെ നാടകവും അതിനെ തുടർന്നുള്ള ഈ അക്രമങ്ങളും സഹായിക്കുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. CPMൻ്റെ MLA പോലും, കുറ്റ്യാടി MLA പോലും ആ വീട്ടിൽ പോയി ഈ പരിപാടി മോശമായി പോയെന്നും അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് CPMനെതിരെയുള്ള വികാരം എത്രയാണെന്ന് ഓർക്കണം. അതോടെ സ്ഥലം MP ഷാഫി പറമ്പിൽ എവിടെയെത്തി? വെറും കയ്യോടെയല്ല ഷാഫി വന്നത്. ഒരു കെട്ട് FIRുമായിട്ടാണ് ഷാഫി പറമ്പിൽ വടകരയിലെ ആ വീട്ടിലേക്ക് കയറിയത്. വടകര മേഖലയിൽ ഇതുവരെ ബോംബെറിഞ്ഞ് തകർത്ത കേസിൽ അതുപോലെ കോൺഗ്രസുകാരെയും RMPക്കാരെയും മുസ്ലിം ലീഗുകാരെയും ഒക്കെ മുഴുവൻ ആക്രമിച്ച കേസിൽ പോലീസ് എഴുതി തയ്യാറാക്കിയ FIR മുഴുവനും എടുത്തു വന്നതാണ് ഷാഫി എവിടത്തേക്ക്. FIR എഴുതുന്നതല്ലാതെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ നട്ടല് വളച്ചു നിൽക്കുന്ന പോലീസിനെ തൂക്കിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ MP ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ആത്മാഭിമാനമുള്ള ഒരു പോലീസുകാരനും ഈ പണിക്ക് നിൽക്കില്ല എന്ന് ഷാഫിയുടെ വാക്കുകളിൽ തന്നെ അവർക്ക് കൊള്ളേണ്ട അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ നാണം കെട്ട ഈ ഒരവസ്ഥയെക്കുറിച്ച് ഷാഫി പറമ്പിൽ വളരെ വ്യക്തമായി വടകരയിൽ ഇന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഇനിയുള്ള പരാജയം ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം കൂടി വളരെയധികം വിലയിരുത്തി തന്നെയാകും ഉണ്ടാകുക എന്നുള്ളതിൽ സംശയമില്ല. വലിയൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ്, പിണറായി വിജയൻ്റെ പോലീസ് ഇവിടുത്തെ ഭരണകൂടത്തിന് കീഴടങ്ങി സാധാരണക്കാരൻ്റെ സൗരജീവിതം നശിപ്പിച്ചു എന്നുള്ള സത്യം ഷാഫി പറമ്പിൽ തുറന്നു പറയുമ്പോൾ അത് കേരളം വളരെ ശ്രദ്ധയോടെയാണ് കേട്ടത്. നമുക്ക് ഷാഫി പറമ്പിൽ MPയുടെ വാക്കുകൾ കേട്ടു നോക്കാം. നിങ്ങളുടെ പോലീസിന്റെ പാർട്ടി ഇടപെടൽ മൂലമുള്ള, പാർട്ടി നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മാത്രമുള്ള അവരുടെ വീഴ്ചകളുടെ പേരിലല്ലേ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നത്? നിങ്ങൾ കാണണം, ഫേസ്ബുക്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് വിദുൽ ബാലൻ എന്ന KSU നേതാവിനെതിരായിട്ട് വടകര സഖാക്കളും ഇവിടുത്തെ സഖാക്കളും ഒക്കെ കൂടി ഇടുന്ന പോസ്റ്റ് അഡ്വാൻസ് ആദരാഞ്ജലികളാണ് ഇടുന്നത്. അഡ്വാൻസ് ആദരാഞ്ജലികൾ എന്തിനാ? ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന്റെ പേരില? മനുഷ്യരുടെ കൈയും ജീവനും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരില? അഡ്വാൻസ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സഖാക്കന്മാർ, അവന്റെ കമന്റ് ബോക്സിൽ വന്ന് നീ തീർന്നു എന്ന് പറയുന്നവർ, നീ ജയിലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ, നീ അവസാനിച്ചു എന്ന് പരസ്യമായി പച്ചക്ക് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ ഒരു കരിങ്കൊടി പ്രതിഷേധത്തിന്റെ പേരില? ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞിട്ട് എത്ര പേർക്ക് അഡ്വാൻസ് ആദരാഞ്ജലികൾ കേരളത്തിൽ പൊതുസമൂഹം നേർന്നിട്ടുണ്ട്? എത്ര പേരുടെ വീട്ടിൽ ബോംബെറിഞ്ഞിട്ടുണ്ട്?
പരമ്പരകൾ എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. എന്റെ കയ്യിലുള്ളത് ഒരു FIR ആണ്. പിണറായി വിജയന്റെ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR. അതിനകത്ത് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 8/6/2024 രാത്രി 12 മണി കഴിഞ്ഞ് 5 മിനിറ്റും കഴിഞ്ഞ് ബാലൻ എന്ന് പറയുന്ന ബാബു എന്ന് പറയുന്ന മുതുവീട്ടിൽ ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ, മുതുവീട്ടിൽ വിഷ്ണു എന്ന് പറയുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറിന്റെ വീട്ടിൽ, നിങ്ങൾ ആലേക്ക് FIR-ൽ പറയുന്നതാണ്, കരുവഞ്ചേരി എന്ന സ്ഥലത്തെ മുതുവീട്ടിൽ എന്ന വീട്ടിലേക്ക് ബൈക്കിലെത്തിയ DYFI പ്രവർത്തകരായ 1 മുതൽ 2 കൂടിയ പ്രതികൾ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി കൈവശം വെച്ച സ്ഫോടക വസ്തു വീടിന്റെ മുകൾ നിലയിലേക്ക് എറിഞ്ഞതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത FIR. ചെറിയ കുട്ടിയടക്കം കിടന്നുറങ്ങുന്ന ഒരു വീട്ടിലേക്ക് രാത്രി 12 മണി കഴിഞ്ഞ് ബോംബെറിഞ്ഞതിന്റെ പേരിൽ ഈ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ ഇന്നേ വരെ ഒരു പ്രതിയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയന്റെ പോലീസ് ഇതുവരെ മെനക്കെട്ടിട്ടുണ്ടോ? ഒരാളെയെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? 2, കക്കട്ടിൽ RMP നേതാവായിരുന്ന പൊക്കൻ എന്ന് പറയുന്ന സഖാവിന്റെ വീട്ടിലേക്ക് കുഞ്ഞു കുട്ടികളടക്കമുള്ള കുടുംബം വിറങ്ങലിച്ചു നിന്ന് പേടിച്ച് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്ന തരത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ചില്ലുകൾ തകർന്ന് അതിനകത്തേക്ക് പോയി വലിയ പ്രകമ്പനം സൃഷ്ടിച്ച ആളുറങ്ങുന്ന വീടുകളിലേക്കും മുറികളിലേക്കും എറിഞ്ഞിട്ട് ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്യാൻ, ഒരാൾക്കെതിരെങ്കിലും നിയമ നടപടി സ്വീകരിക്കാൻ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പോലീസ് തയ്യാറായിട്ടുണ്ടോ? 3, മൊകേരിയിലെ വനിതാ ലീഗ് നേതാവ് സാജിദയുടെ വീട്ടിലേക്ക് ഇതുപോലെ ബോംബെറിഞ്ഞിട്ട് പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? ഇപ്പൊ കോൺഗ്രസ്, ലീഗ്, RMP, UDF പ്രവർത്തകരുടെ വീടുകളിലേക്ക് നിരന്തരം ഇവിടെ ബോംബെറിഞ്ഞിട്ട് അതിൽ ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്യാതെ ആ ബോംബെറിഞ്ഞതിന് പിന്തുണയുമായി നിന്ന പോലീസിന്റെ, അതിന് നിർദ്ദേശം കൊടുത്ത CPM-ന്റെ, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കെടുകാര്യസ്ഥതയോടെയാണ് ഇപ്പൊ ഇതാ വീണ്ടും ഒരു വീട്ടിലേക്കും കൂടെ ബോംബെറിഞ്ഞിട്ട് ആളുകളെ അപായപ്പെടുത്താൻ CPM-ന്റെ ക്രിമിനലുകൾ ശ്രമിക്കുന്നത്. എന്താ ഈ പ്രദേശത്തെ പോലീസിന്റെ പണി? നിങ്ങൾക്കറിയാം പേരാമ്പ്രയിലെ ഇൻസിഡന്റ്. പോലീസിന്റെ പണി എന്താ? പോലീസ് CPM-ന്റെ അക്രമങ്ങളുടെ പോഷക സംഘടനയായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. DYFI-യും SFI-യും CIT-യും എന്നൊക്കെ പറയുന്ന പോലെയാണോ ഈ മേഖലയിലെ പോലീസിന്റെ ഉത്തരവാദിത്തം? നിങ്ങളിട്ട FIR ആണ്. ഇനി അത് പോട്ടെ, ഈ വിതുൽ എന്ന് പറയുന്ന KSU നേതാവ് ഇതിനു മുമ്പ് നേരിടേണ്ടി വന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് പോലീസിന്റെ FIR നിങ്ങൾ കാണുക. 29/1/2025 രാത്രി 1:30 ഈ ഇരുട്ടിന്റെ സന്തതികളായ ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന അതിക്രമങ്ങൾ. രാത്രി 1:30 അന്യായക്കാരനും സുഹൃത്തുക്കളും ധർമ്മടാംശം പാലയാട് എന്ന സ്ഥലത്ത് വിനോദൻ എന്നയാളുടെ വീടിന്റെ 2ാം നിലയിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചു വരുന്ന മുറിയിലേക്ക് 8ഓളം വരുന്ന പ്രതികൾ കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ കരുതലോടും കൂടി മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കടന്ന് അന്യായക്കാരനെ ഇരുമ്പ് വടി കൊണ്ടും മരവടി കൊണ്ടും കൈക്കും കാലിനും അടിക്കുകയും പൽചക്രം കൊണ്ട് ഘടിപ്പിച്ച ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചത് കൈകൊണ്ട് തടുത്തതിൽ കൈക്ക് പരിക്ക് പറ്റുകയും കൈകൊണ്ട് തടുത്തില്ലായിരുന്നെങ്കിൽ തലക്കടി കൊണ്ട് മരണം വരെ സംഭവിക്കുമായിരുന്നു എന്ന് പിണറായി വിജയന്റെ പോലീസ് ഇട്ട FIR-ൽ പറയുന്നതാ. ഈ വീട്ടിലെ അതുൽ എന്ന് പറയുന്ന ഒരു KSU-കാരൻ, വിതുൽ ബാലൻ എന്ന് പറയുന്ന ഒരു KSU-കാരൻ മണ്ഡലം ഏതാണെന്ന് ഞാൻ പറയണോ? ഇനി പാർട്ടി സെക്രട്ടറിയോട് ചോദ്യം. ഇല്ലാത്ത അക്രമത്തിന്റെ പേരിൽ പാർട്ടി ഓഫീസുകൾക്ക് തീയിടുന്നു, പാർട്ടി ഓഫീസുകൾ തകർക്കുന്നു, സ്തൂപകൾ തകർക്കുന്നു. 3 മണിക്ക് നടന്ന ഇൻസിഡന്റിനെ സംബന്ധിച്ച് കേരളത്തിലെ CPM-ന്റെ സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ്, അവിടുന്ന് കിട്ടിയ വിവരം
അനുസരിച്ച് കഴുത്ത് പിടിച്ച് തിരിച്ചു. നിങ്ങളൊക്കെ സംരക്ഷണം ചെയ്തല്ലേ, കൈകൾ പിടിച്ച് തിരിച്ചു. എവിടെയാണ് ഗോവിന്ദ മാഷെ ഏതെങ്കിലും കേരളത്തിലെ കാഴ്ചയുള്ള ഒരാള് ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് തിരിക്കുന്നത് കണ്ടോ? കൈകൾ പിടിച്ച് തിരിക്കുന്നത് കണ്ടോ? ഞങ്ങൾ വേണ്ട, നിങ്ങൾ കണ്ടോ? പട്ടാപ്പകൽ അത്രയും ആളുകളുടെ മുമ്പിൽ നടന്നൊരു ഇൻസിഡന്റ് വീണ്ടും സമരക്കാരുടെ തലയിൽ വെക്കാൻ അവസാനം വീണ്ടും ഒരു കള്ള ദൃശ്യവുമായി വന്നു. ഇതാ കറുത്ത തുണിയും കൊണ്ട് സമരക്കാരൻ മന്ത്രിയുടെ കഴുത്തിനെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കള്ളപ്രചരണം. അതും ഒന്നും കൂടെ വിശദീകരിച്ച് നോക്കിയപ്പോ അത് മന്ത്രിയുടെ ഗൺമാൻ, കറുപ്പ് ഷർട്ടും തോളിലെ ബാഗിന്റെ വള്ളിയും ഉൾപ്പെടെയുള്ള മന്ത്രിയുടെ ഗൺമാൻ മന്ത്രിയുടെ കഴുത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ KSUക്കാരന്റെ വീടിന് നേരെ ബോംബെറിയലല്ല വേണ്ടതെന്ന് CPMന്റെ പാർട്ടി സെക്രട്ടറി അണികളോട് പറയണം. ഇതിന്റെ പേരിൽ നടക്കുന്ന, സത്യം പറഞ്ഞാൽ കലാപാഹ്വാനത്തിന് ഗോവിന്ദ മാഷ്ക്കെതിരെ കേസെടുക്കണം. ഇതിന്റെ പേരിൽ നടക്കുന്ന മുഴുവൻ, ഇല്ലാത്തൊരു അക്രമത്തിന്റെ പേരിൽ നടക്കുന്ന മുഴുവൻ കലാപങ്ങൾക്കും ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരാണ് ഉത്തരവാദികൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തോൽവിയും ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് വരാത്തതിന്റെ നിരാശയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും തുടർച്ചയായി ഉണ്ടാവുന്ന പരാജയം, ഭരണം നഷ്ടപ്പെടും എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയപ്പോ എന്റെ അടുത്ത പോയിന്റ് CPMന്റെ പ്രവർത്തകരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് പോലും നിങ്ങളുടെ പാർട്ടിയോട് തോന്നിയ മടുപ്പിനെ, അതിനെ മറച്ചു പിടിക്കാൻ ഇല്ലാ കഥകൾ ഇറക്കി നിങ്ങളെ തെരുവിലിറക്കി അക്രമങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന, പ്രകോപനം സൃഷ്ടിക്കുന്ന നിങ്ങളുടെ നേതൃത്വത്തെ തിരുത്താൻ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ പ്രവർത്തകർ തയ്യാറാവേണ്ട കാലമാണ്. CPM പ്രവർത്തകർ ഈ കള്ളത്തരം പറയുന്ന നേതാക്കന്മാരുടെ ഗുണ്ടകളാവാനില്ല എന്ന് ആർജവത്തോടെ പറയേണ്ട കാലമാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം CPM സെക്രട്ടറിയോട് ചോദിക്കുന്നു. ഒരു കരിങ്കൊടി കാണിച്ചതിനാണെങ്കിൽ ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ അഡ്വാൻസ് ആദരാഞ്ജലികൾ നേരുന്നതെങ്കിൽ, 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ്, ഒരു കറുത്ത തുണിയുമായി 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ് വിതുൽ ബാലൻ എന്ന KSU പ്രവർത്തകനോട്, അതുൽ എന്ന KSU നേതാവിനോട് അഡ്വാൻസ് ആദരാഞ്ജലികൾ നിങ്ങൾ നേരുന്നതെങ്കിൽ, അതിന്റെ പേരിലാണ് ആ ചെറുപ്പക്കാരുടെ പ്രായമായ അച്ഛനും അമ്മയും കടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നെങ്കിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യന്റെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞിട്ട് കേരളത്തിലെ ഏതെങ്കിലും CPM പ്രവർത്തകരുടെ വീട്ടിൽ ആരെങ്കിലും ബോംബെറിഞ്ഞോ?